അധിക്ഷേപം നേരിട്ട ഗവേഷക വിദ്യാർത്ഥി വിപിൻ വിജയൻ ആശ്വാസം. വിപിന് PhD നൽകാൻ അക്കാദമിക് ആൻഡ് റിസർച്ച് കമ്മിറ്റി ശുപാർശ ചെയ്തു. അടുത്ത മാസം ചേർന്ന സിൻഡിക്കേറ്റ് യോഗം അന്തിമ അംഗീകാരം നൽകും. വിപിൻ വിജയന്റെ പ്രബന്ധത്തിൽ പിഴവുകളുണ്ടെന്നും PhD നൽകരുതെന്നും സംസ്കൃത വിഭാഗം ഡീൻ ഡോക്ടർ CN വിജയകുമാരി VCക്ക് കത്തു നൽകിയതാണ് വിവാദങ്ങളുടെ തുടക്കം. എന്നാൽ ഡോക്ടർ വിജയകുമാരിയിൽ നിന്നും ജാതി അധിക്ഷേപം നേരിട്ടിരുന്നതായും വ്യക്തിവൈരാഗ്യം മൂലമാണ് തനിക്ക് PhD അനുവദിക്കാതിരുന്നത് എന്നത് ശുപാർശയ്ക്ക് ഇടയാക്കിയതെന്നും വിപിൻ പരാതി നൽകിയിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഹാൻസ്, ഗുഡ് മോർണിംഗ്. ഈ ഓപ്പൺ ഡിഫൻസ് കഴിഞ്ഞ് ഡോക്ടറേറ്റ് ആണ് തൻ്റെ ജീവിതത്തിലെ വലിയ ഒരു സ്വപ്നം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിപിൻ തനിക്ക് ഡോക്ടറേറ്റ് നൽകണം എന്ന ശുപാർശയും അല്ലെങ്കിൽ ഒരു ആവശ്യവുമായി കേരള സർവകലാശാലയെ സമീപിക്കുന്നത്. പക്ഷെ അവിടെ ചെന്നതിന് ശേഷം താൻ നേരിടേണ്ടി വന്നത് കൊടിയ ജാതി അധിക്ഷേപം എന്നാണ് പിന്നീട് വിപിൻ പറഞ്ഞത്. ഇപ്പോൾ ഒടുവിൽ അതൊരു സന്തോഷകരമായ കാര്യത്തിലേക്ക് എത്തുന്നു. ആ ഒരു വിവാദം അവസാനിക്കുകയാണ്. അതെ സേതു, നമുക്കറിയാം കേരള സർവകലാശാലയിൽ ഈ PhDയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തരത്തിലുള്ള വിവാദമാണ് ഉണ്ടായതെന്ന്. ആദ്യഘട്ടത്തിൽ വിപിന് PhD നൽകരുത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സംസ്കൃത വിഭാഗത്തിലെ ഡീൻ ഡോക്ടർ CN വിജയകുമാരി വൈസ് ചാൻസലർക്ക് കത്ത് നൽകുന്നു. വിപിൻ്റെ പ്രബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടെന്നും ഈ പ്രബന്ധം തിരുത്തി നൽകണമെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഡോക്ടർ CN വിജയകുമാരി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന് കത്ത് നൽകുന്നത്. പിന്നാലെ താൻ കൊടിയ ജാതി അധിക്ഷേപം ഈ സർവകലാശാലയിൽ വെച്ച് നേരിട്ടു എന്ന് ചൂണ്ടിക്കാണിച്ചു വിപിൻ വിജയൻ വൈസ് ചാൻസലർക്കും അതിനോടൊപ്പം തന്നെ മറ്റ് ബന്ധപ്പെട്ട അധികാരികൾക്കും പരാതി നൽകി. പിന്നീട് നിരവധി തവണ തനിക്ക് ഈ PhD നൽകണമെന്നാവശ്യപ്പെട്ട് സർവകലാശാലയ്ക്ക് മുൻപിലെത്തി വിപിൻ വിജയൻ. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കാൻ സർവകലാശാലയോ വൈസ് ചാൻസലറോ തയ്യാറായിരുന്നില്ല. പല കാരണങ്ങളാൽ അത് മാറ്റിവെച്ചു. ഈ കാര്യത്തിലാണ് ഇപ്പോൾ ഏകദേശം ഒരു അന്തിമ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സർവകലാശാലയിൽ വെച്ച് അക്കാദമിക് ആൻഡ് റിസർച്ച് കമ്മിറ്റി ചേർന്നു. ഈ കമ്മിറ്റിയാണ് വിപിന് ഇപ്പോൾ PhD നൽകാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ശുപാർശ സിൻഡിക്കേറ്റിന്റെ പരിഗണനയിലേക്ക് അക്കാദമിക് ആൻഡ് റിസർച്ച് കമ്മിറ്റി നൽകിയിട്ടുണ്ട്. അടുത്ത മാസം 2ാമത്തെ ആഴ്ച സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ചേരും. ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ വിപിന് PhD നൽകാം എന്നുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും. നിലവിൽ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് വിപിൻ പ്രബന്ധം സമർപ്പിച്ചത് എന്നുള്ള വിലയിരുത്തലാണ് സിൻഡിക്കേറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നില്ല എന്നാണ് സിൻഡിക്കേറ്റ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത മാസം ചേരുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുന്നതോടുകൂടി വിപിൻ വിജയന് PhD ലഭിക്കും. സേതു. ഓക്കെ ഹാൻസേ, ശരി.